നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത് മനസ്സിലായോ? ബാ കാണാം. സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ തൂക്കുപാലത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് പുനലൂർ തൂക്കുപാലം അല്ലെങ്കിൽ പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ്. പുനലൂർ എന്ന വേർഡ് 2 തമിഴ് വേർഡിൽ നിന്നാണ് ഡെറൈവ് ചെയ്തത്. പുനൽ എന്നാൽ വെള്ളം, ഊരെന്ന വില്ലേജ്. വെള്ളട ആറിന്റെ 2 സൈഡിലും ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു പാലം വേണമെന്നുള്ളൊരാശയം ആയില്യം തിരുനാൾ മഹാരാജന്റെ കാലത്താണ് വന്നത്. അന്നത്തെ ദിവാനായ നാണുപിള്ളയാണ് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയെ ഇതിന്റെ കൺസ്ട്രക്ഷൻ ചുമതല ഏൽപ്പിച്ചത്. കാണുമ്പോൾ ഇത് ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു റിവറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകുന്ന അടിയൊഴുക്കിന്റെ കാരണം കൊണ്ടാണ് തൂക്കുപാലം എന്നൊരാശയം ആൽബർട്ട് ഹെൻറി കൊണ്ടുവന്നത്. മധുര, ചെങ്കോട്ട, തെങ്കാശിയിൽ എന്നുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള കല്ലാശന്മാരാണ് കല്ലുകൾ കൊണ്ട് ഇതിവിടെ നിർമ്മിച്ചത്. 1871 ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുകയും 1877 ഇതിന്റെ പണി ഫുള്ളായിട്ട് ഫിനിഷ് ആയിരിക്കുന്നത്. ഇനി 200 കൂടുതൽ ആളുകളാൽ എന്നും പണി ചെയ്തിട്ടാണ് ഈ ഒരു പാലം ഇവിടെ നിർമ്മിച്ചത്. സാധാരണ ഒരിടത്തും കാണാത്ത രീതിയിലുള്ള നട്ടും ബോൾട്ടും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു പാലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള നട്ടും ബോൾട്ടും ഒക്കെ വന്നത് സ്കോട്ട്ലാൻഡിൽ നിന്നാണ്. 53 കണ്ണികളുള്ള 2 ചങ്ങലയിലാണ് ഈ പാലം തൂക്കിയിട്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് 3 ലക്ഷം രൂപയായി ഈ ഒരു ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. ബ്രിഡ്ജിൽ ആരെങ്കിലും കയറുമ്പോൾ ചങ്ങല മുറുകി ടൈറ്റായി ഒരു അനക്കം ഫീൽ ചെയ്യുമായിരുന്നു. അത് പണ്ട് കാലത്ത് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടും ആനിമൽസ് വന്ന് കയറാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടും ആനിമൽസിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ടെക്നോളജി. ഇതിൻ്റെ 4 സൈഡിലായിട്ട് കിണറുകളുണ്ട്. ആ കിണറിലാണ് ഇതിൻ്റെ ചങ്ങല ലോക്ക് ചെയ്ത് ബന്ധിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൂടെ ഒരാൾക്ക് നടന്നു പോകാനുള്ളൊരു ടണലും കൂടെ ഉണ്ട്. പണി കഴിഞ്ഞെങ്കിലും അധികം ആരും ഈ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അന്ന് ഈ ബ്രിഡ്ജിൻ്റെ ബലത്തെ പറ്റി ആളുകൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൽബർട്ട് ഹെൻറി ഒരു പരീക്ഷണം നടത്തി. അതിനായിട്ട് 6 ആനകളെ ഈ ബ്രിഡ്ജിൽ കൂടെ നടത്തിയും അതേ സമയത്ത് ആൽബർട്ട് ഹെൻറിയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും താഴെ ഒരു ബോട്ടിൽ കൂടെ സഞ്ചരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പാലം എത്രത്തോളം ബലമുള്ളതാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുത്തു. 1970 വരെ ഈ പാലം ആളുകൾ ഉപയോഗിക്കുകയും വണ്ടികൾ കടത്തിവിടുകയും ചെയ്യുമായിരുന്നു. ശേഷം ഇതിൻ്റെ തൊട്ടടുത്തൊരു പാലം വരെയും ക്രമേണ ഇതിൽ ആളുകൾ ഉപയോഗിക്കുന്ന കുറയുകയും ചെയ്തു. ഇങ്ങനെ ആളുകൾ കയറുമ്പോൾ ഉണ്ടായിരുന്ന ആട്ടം ഗ്രാജുവലി നിന്നു. ഇപ്പോൾ ഈ ഒരു സ്പോട്ട് ഒരുപാട് പേരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് വിസിറ്റേഴ്സ് ഡെയിലി വന്നു പോകുന്ന ഒരു സ്പോട്ടാണിത്. 1.5 നൂറ്റാണ്ടുകൾക്ക് ശേഷം കാലത്തെ അതിജീവിച്ചുകൊണ്ട് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗിന്റെ ബെസ്റ്റ് എക്സാമ്പിളായി മാറിയ തൂക്കുപാലം ഇന്നും തലയുയർത്തി നിൽക്കുകയാണ് പുനലൂരിൽ. അപ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങളെല്ലാവരും ഒരു ടൈമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാം. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോസിൽ കാണാം. ബൈ ബൈ.